നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടുകൂടി 10 വർഷത്തെ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് പാറ്റ് കമിൻസിൻ്റെ മൈറ്റി ഓസീസ്. 10 കൊല്ലമായി അവർ ബോർഡർ ഗാവാസ്കർ ട്രോഫിയിലൊന്ന് തൊട്ടിട്ട്. ഓസ്ട്രേലിയ 10 വർഷങ്ങൾക്ക് ശേഷം ബോർഡർ ഗാവാസ്കർ ട്രോഫി തിരിച്ചു പിടിച്ചു എന്ന് മാത്രമല്ല, WTC ഫൈനലിന് യോഗ്യത നേടുകയും ചെയ്തിരിക്കുന്നു. WTCയുടെ ഫൈനലിൽ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് കളിക്കുക. ഇന്ത്യ പുറത്തായി കഴിഞ്ഞു എന്നർത്ഥം. ശ്രീലങ്കയ്ക്കും ഇനി പ്രതീക്ഷകൾ വേണ്ട. പാറ്റ് കമിൻസിൻ്റെ ഓസ്ട്രേലിയ കൈയടിക്കണം. അദ്ദേഹം നായകനായതിനു ശേഷം കാര്യങ്ങൾ എത്ര മികച്ച രൂപത്തിലാണ് കൊണ്ടുപോകുന്നത്. കിരീടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വാരിക്കൂട്ടുകയാണ്. വേൾഡ് കപ്പിൽ മുത്തമിട്ടു. ODI വേൾഡ് കപ്പ്, WTC വിജയിച്ചിട്ടുണ്ട്, ആഷസ് വിജയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ വർഷങ്ങളായിട്ട് കിട്ടാതിരുന്ന ബോർഡർ ഗാവാസ്കർ ട്രോഫിയും നേടിയിരിക്കുന്നു. പാകിസ്ഥാനിൽ പോയി ടെസ്റ്റ് സീരീസ് വിജയിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ് പാറ്റ് കമിൻസ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഓസ്ട്രേലിയ പുതിയ ഉയരങ്ങൾ തേടുകയാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നിരാശജനകമാണ്. ഇന്ത്യ നോക്കുക, 2021 WTC ഫൈനലിന് യോഗ്യത നേടിയിരുന്നു. 2023 WTC ഫൈനലിന് യോഗ്യത നേടിയിരുന്നു. 2 തവണയും ഫൈനലിൽ ടീം ഇന്ത്യക്ക് കാലിടറി. ഒരു തവണ ന്യൂസിലൻഡിനോടും ഒരു തവണ ഓസ്ട്രേലിയയോടും. ഇതവണ 2025 WTC ഫൈനലിന് ഇന്ത്യയില്ല. ഇന്ത്യ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും കൈയടിക്കണം ഓസീസിന്. മൈറ്റി ഓസീസ് ഒരിക്കൽ കൂടി തങ്ങളുടെ മൈറ്റിത്തരം കാണിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.